അങ്ങനെ രവി ഓഫീസിൽ നിന്നും പതിവിൽ നേരത്തെ ഇറങ്ങി. എന്ത് ചെയ്യാനാ രമ്യയുടെ ഓരോരോ വാശികൾ. ഇപ്പോൾ ആ വാശിക്കൊപ്പം നിൽക്കുന്നത് താനൊരു പതിവാക്കി മാറ്റിയിരിക്കുകയാണ്. കാരണം വേറെ നിവർത്തിയില്ല. ഇത് കാരണം തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് പലപ്പോഴും രമ്യയുടെ വാശിക്ക് നിൽക്കുന്നത്. സൗമ്യ എങ്ങനെ അറിയാൻ ഇടവന്നാൽ തീർന്നില്ലേ എല്ലാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രമ്യയുടെ താളത്തിനൊത്ത് തുള്ളിക്കൊണ്ടാണ് തൻ്റെ ജീവിതം തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ പതിവിൽ നേരത്തെ ഇറങ്ങി രമ്യയെ വിളിച്ചറിയിച്ചു, ഞാൻ ഓഫീസിൽ നിന്നും ഇറങ്ങുകയാണ്. ഇത് കേട്ടതും അവൾക്ക് സന്തോഷമായി. ഹായ്, ഇന്നെന്തായാലും രവിയും കൊണ്ട് പുതിയ വീട്ടിലേക്ക് പോകണം, അവൾ മനസ്സിൽ തീരുമാനിച്ചു. അങ്ങനെ അവളും ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങി. അവൾ മാനേജറോട് പറഞ്ഞു, എനിക്കിച്ചിരി നേരത്തെ പോകണം. ഇപ്പോൾ അവൾ കാരണങ്ങളൊന്നും പറയാനില്ല. കാരണം അവളോട് കാര്യം ചോദിച്ചാൽ അവൾ തട്ടിക്കയറും. എനിക്ക് നേരത്തെ പോകണമെന്ന് വെച്ചാൽ നേരത്തെ പോകണം, അത് തന്നെ. അല്ലാതെ അതിന് പ്രത്യേകിച്ച് റീസണൊന്നും ആരും ചോദിക്കാൻ പാടില്ല. അവളുടെ രീതിയിലാണ് ഇപ്പോൾ മാനേജറൊക്കെ സഹകരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കും അവളെ ഇപ്പോൾ പേടിയായി തുടങ്ങിയിരിക്കുന്നു. നല്ലൊരു സ്റ്റാഫ് ആയതിനാൽ, മിടുക്കിയായതിനാലും അവർ ഇപ്പോൾ എതിർത്തൊന്നും പറയാറില്ല. എനിക്ക് കുറച്ച് നേരത്തെ പോകണം, അതുമാത്രം അവൾ പറഞ്ഞു. മാനേജർ സമ്മതിച്ചു. ഓണർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. പക്ഷേ മാനേജർക്ക് അവളോടുള്ള സ്നേഹത്തിന് പുറത്ത് അദ്ദേഹം എല്ലാം കണ്ണടയ്ക്കുകയാണ്. അങ്ങനെ അവരുടെ താല്പര്യമോ ഇഷ്ടമോ ഒന്നും നോക്കാതെ അവൾ നേരത്തെ ഇറങ്ങി. ബാഗും എടുത്തിട്ട് നേരത്തെ ഇറങ്ങി. കുഞ്ഞിനെയും കൂടെ കൂട്ടി. അതിനുശേഷം രവിയെ കാത്തവൾ നിൽപ്പായി. കുറേ കഴിഞ്ഞപ്പോഴേക്ക് രവി കാറിലെത്തി. കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ അവൾ കുഞ്ഞിനെയും കൊണ്ട് കയറി. അങ്ങനെ കാർ പുതിയ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. രവിയുടെ അടുത്ത് ഇരിക്കുമ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് രവിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ റെസ്റ്റിൽ നിന്ന് കുറച്ച് ഗ്ലാമർ കൂടിയിട്ടുണ്ട്, അവൾ കമൻ്റ് എന്നോണം പറഞ്ഞു. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് രവിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നീ എന്താണ് ഈ പറയുന്നത്? എൻ്റെ സൗന്ദര്യം നോക്കാനാണോ നീ എന്നെ കാണണമെന്ന് പറഞ്ഞത്? പിന്നെ എനിക്ക് സൗന്ദര്യം നോക്കാനുള്ള അവകാശവും അധികാരമുണ്ട്. അത് ഞാൻ ഇനിയും ചെയ്യും. എന്താ, ആരാ അതിനെ എതിർത്ത് സംസാരിക്കുന്നത്? എനിക്കൊന്നും അറിയണം, അവൾ പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല, നീ വേറെന്തെങ്കിലും പറ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, അവൻ പറഞ്ഞു. നിങ്ങൾ മിണ്ടാട്ടിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അങ്ങനെ അവർ ഒന്നും രണ്ടും പറഞ്ഞ് പുതിയ വീട്ടിലെത്തിയതും അവൾ ഒന്നും കൂടി ആത്മവിശ്വാസത്തോടെ കാറിൽ നിന്നിറങ്ങി. ഇത് എൻ്റെ വീട്, എൻ്റെ മാത്രം വീട്, എൻ്റെ രവിയേട്ടെ എനിക്ക് വേണ്ടി സമ്മാനിച്ച വീട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓടി വന്ന് രവിയെ കെട്ടിപ്പിടിച്ചു. രവിക്ക് എന്തോ പോലെ തോന്നി. രവി അവളെ പിടിച്ചു മാറ്റി. നീ എന്താണ് ഈ കാണിക്കുന്നത്? വീട്ടിൽ വന്നിട്ട് ഇങ്ങനൊന്നും പാടില്ല. പിന്നെ എന്താ പാടില്ലാത്തത്? നമ്മൾ ഭാര്യയും ഭർത്താവും അല്ലായിരുന്നോ? ആയിരുന്നു എന്നത് ശരിയായിരുന്നു, ഇപ്പോൾ അല്ലല്ലോ. ഇപ്പോൾ ഞാൻ വേറൊരു സ്ത്രീയുടെ ഭർത്താവാണ്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അവൻ അവൾക്ക് വാണിംഗ് കൊടുത്തു. താക്കോല് കിട്ടിയിട്ടുണ്ടായിരുന്നതിനാൽ രമ്യ ഓടിച്ചെന്ന് കതക് തുറന്നു ഓരോ റൂമും രവിയെ കാണിച്ച് പരിചയപ്പെടുത്തി. കൂടെ കുട്ടിയും ഉണ്ടായിരുന്നു. മോളോട് അവൾ ഹാളിരുന്ന് കളിക്കാൻ പറഞ്ഞ് ഫോൺ കൊടുത്തതിന് ശേഷം രവിയുമായിട്ട് അകത്തേക്കൊക്കെ പോയി ഓരോ റൂമും രവിയെ കാണിച്ചു കൊടുത്തു. ഓരോന്നിൻ്റെയും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഇന്നതൊക്കെ എവിടെയൊക്കെ വെക്കണം, എവിടെയൊക്കെ സെറ്റ് ചെയ്യണം, അങ്ങനെ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് വീടിൻ്റെ ബാക്കിലെത്തി. വീടിൻ്റെ ബാക്ക് കുറച്ച് ഇടുങ്ങിയ ഭാഗമാണ്. അവിടേക്ക് ഇറങ്ങിയതും രമ്യ വീഴാൻ പോയതും രവി ജസ്റ്റ് അവളുടെ കൈകളിലേക്ക് ഒന്ന് കയറി പിടിച്ചു. സ്നേഹമുണ്ട് അല്ലേ? ഞാൻ വീഴാൻ പോയപ്പോൾ എന്നെ താങ്ങാൻ വന്നല്ലോ, അവൾ കമൻ്റ് എന്നോണം പറഞ്ഞു. ആര് വീഴാൻ പോയാലും താങ്ങേണ്ടത് ഒരു മനുഷ്യനെന്ന നിലയിൽ എല്ലാവരും ചെയ്യുന്നതാണ്. അതിന് ഇത്ര പ്രത്യേകതയൊന്നും കാണിക്കേണ്ട ഒരാവശ്യമില്ല, അവൻ പറഞ്ഞു. അവൾ ചമ്മിയ കണക്കായി. അവൾ വീണ്ടും അവൻ്റെ കൈകളിൽ കയറി പിടിക്കാൻ പോയപ്പോൾ അവൻ കൈ പിടിച്ച് മാറ്റി. നിനക്കെന്താ തന്നെ നടക്കാൻ അറിയില്ലേ? എൻ്റെ കൈ പിടിച്ചെങ്കിലേ നീ നടക്കത്തുള്ളൂ. ചില സന്ദർഭങ്ങളിൽ കൈ പിടിച്ചേ നടക്കാൻ പറ്റത്തുള്ളൂ, അവൾ പറഞ്ഞു. അങ്ങനെ അവർ ചുറ്റും നോക്കി കണ്ടു. ഓരോ സാധനത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കുക ഇപ്പോൾ എൻ്റെ കയ്യിൽ നിവർത്തിയില്ല. തൽക്കാലത്തേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം. ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന തൽക്കാലം വേണ്ടുന്ന സെറ്റി, TV, ഫ്രിഡ്ജ്, മിക്സി, അങ്ങനത്തെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരവസരത്തിൽ നോക്കാം. അവളെ പിണക്കാത്ത രീതിയിലാണ് അവൻ സംസാരിച്ചത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതിനുവേണ്ടി പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് തന്നെ ചെയ്യുന്നതിന് ഞാൻ എന്തുമാത്രം കടം മേടിച്ചിട്ടുണ്ടെന്നറിയോ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന്. നീ അതെന്താ മനസ്സിലാക്കാത്തത്? അവൻ പറഞ്ഞു. അവൾ ഒരു നിമിഷം ഒന്നും മിണ്ടാതെയായി. അവൻ ഇത്രയും ചെയ്തു തന്നില്ലേ, പതുക്കെ കൊണ്ട് ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യിക്കാം. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞല്ലോ. ഇനി അതിലേക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് ദേഷ്യം വരും. അങ്ങനെ അതെല്ലാം അവൾ സമ്മതിച്ചു. അതിനുശേഷം അവൾ പറഞ്ഞു, നമുക്ക് കുറച്ചു നേരം മേളിലോട്ടൊന്ന് പോയാലോ? മുകളിലത്തെ നിലയിലേക്ക് അവർ പോയിട്ടില്ല. മുകളിൽ 2 റൂമുണ്ട്. മുകളിലത്തെ നിലയിലേക്ക് പോയില്ല. ഇത്രയും നേരം അവർ താഴെ കിടന്ന് കറങ്ങുകയായിരുന്നു. അവൾ രവിയെയും വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി. മുകളിലേക്ക് ചെന്നതും വിശാലമായ ഒരു ബെഡ്റൂം, പിന്നെ ഒരു ചെറിയ
ബാൽക്കണിയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. കൊള്ളാം കൊള്ളാം, അവൾക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രവി, ഇനി രവിക്ക് ഇവിടെ വന്ന് നിൽക്കാം. അവൾ പറഞ്ഞു, എനിക്കിവിടെ വന്ന് നിൽക്കേണ്ട കാര്യമില്ല, എനിക്ക് എൻ്റെ വീടുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ കുടുംബമുണ്ട്, പിന്നെ ഞാനെന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഓ പിന്നെ രവിയെ ഞാനിവിടെ നിർത്തുമല്ലോ, രവിക്ക് താല്പര്യമില്ലെങ്കിൽ രവിയെ ഞാനിവിടെ നിർത്തും, അവൾ പറഞ്ഞു. അവനെന്തോ വല്ലാത്ത ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. അവളും താനും മാത്രം മുകളിൽ. ഇങ്ങനെ അവളും താനും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ കല്യാണ സമയത്തൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട്. അന്നേരമൊക്കെ ഈ നിമിഷങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ താൻ ഇപ്പോൾ വേറൊരു പെണ്ണിന്റെ ഭർത്താവാണ്. അവൾ തന്നെയും തങ്ങൾക്കുണ്ടായ കുഞ്ഞിനെ ഉപേക്ഷിച്ച് വേറൊരാളോടൊപ്പം പോയിട്ട് ഇപ്പോൾ ജീവിത തകർച്ചയിൽ താൻ അവളെ കൈപിടിച്ച് ഉയർത്താൻ വന്ന ഒരാളുമാണ്. പഴയ തൻ്റെ ഭാര്യ എന്നുള്ളൊരു തോന്നലൊന്നും ഇപ്പോൾ അവളോട് തനിക്കില്ല. തങ്ങളുടെ രണ്ടുപേരുടെയും കുഞ്ഞിൻ്റെ അമ്മ എന്നൊരു പരിഗണന കൊടുത്തിട്ടുണ്ട്. പിന്നെ മുൻപെപ്പോഴോ താൻ ഒരുമിച്ച് ജീവിച്ച് മുൻപെപ്പോഴോ താൻ അവളെ സ്നേഹിച്ചിരുന്നതിൻ്റെ ഒരു കടമ അവൾ ഒറ്റപ്പെട്ടു പോയപ്പോൾ അവളെ ഒന്ന് പിടിച്ചുയർത്തി. അതിനപ്പുറത്തോട്ട് അവളോടൊന്നും തനിക്ക് തോന്നിയിട്ടില്ല, ഒരു ഫീലിങ്സും തോന്നിയിട്ടില്ല. പക്ഷേ അവൾ തന്നോട് അടുക്കുന്ന രീതി കാണുമ്പോൾ ഇപ്പോൾ തനിക്ക് പേടിയാവുകയാണ്. അവനത് ആലോചിച്ച് നിൽക്കവേ തന്നെ അവൾ അവൻ്റെ അടുക്കലേക്ക് വന്ന് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവന് ആ നോട്ടം താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ പെട്ടെന്ന് മുഖം മാറ്റിക്കളഞ്ഞു. അവൾ അവൻ്റെ അടുക്കലേക്ക് ചേർന്ന് വരികയായിരുന്നു. ഇവളെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. അങ്ങനെ ചിന്തിച്ച് നിൽക്കെ തന്നെ അവൾ അവനെ വട്ടം ചുറ്റി പിടിച്ചു. അവന് എന്തോ പോലെ തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.